പരിഹാസങ്ങളും വിമർശനങ്ങളും രാഹുൽ ഗാന്ധിക്ക് ഇന്ന് പുതിയ സംഭവമൊന്നുമല്ല. BJP ദിനംപ്രതി എന്നോണം രാഹുലിന് നേരെ വിമർശനങ്ങളുടെ അസ്ത്രങ്ങൾ തൊടുത്തുവിടുന്നുമുണ്ട്. ഇപ്പോഴും സംഭവിച്ചത് അതുതന്നെയാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വന്നിരിക്കുന്നത്. സ്വയം യുവ നേതാവ് എന്ന് പറയുന്ന 54-കാരനായ രാഹുൽ ഗാന്ധി ഭരണഘടന തങ്ങൾ മാറ്റുമെന്ന് അവകാശപ്പെട്ട ഭരണഘടനയുമായി ചുറ്റിത്തിരിയുകയാണെന്നാണ് അമിത് ഷായുടെ പരിഹാസം. രാഹുൽ ഗാന്ധിയുടെ കയ്യിലെ ഭരണഘടന ശൂന്യമാണെന്നും വില കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് രാഹുൽ ഭരണഘടന ഉപയോഗിക്കുന്നതെന്നുമാണ് ഷാ തുറന്നടിച്ചത്. ഭരണഘടനയിൽ BJPയേക്കാൾ മാറ്റം വരുത്തിയത് കോൺഗ്രസ് ആണെന്നും ഷാ എടുത്തു പറയുന്നുണ്ട്. BJP അധികാരത്തിലിരുന്നപ്പോൾ 16 വർഷത്തെ ഭരണത്തിൽ 22 തവണ ഭരണഘടന ഭേദഗതി ചെയ്തുവെന്നും കോൺഗ്രസ് അധികാരത്തിലിരുന്ന 55 വർഷത്തിനിടെ 77 ഭരണഘടനാ ഭേദഗതികൾ വരുത്തിയെന്നും അമിത് ഷാ പറഞ്ഞു. ഇരു പാർട്ടികളും ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഭേദഗതികൾ നടപ്പിലാക്കാൻ വ്യത്യസ്ത വഴികളുണ്ട്. ചിലത് ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ പിന്തുടരുന്നു, മറ്റുള്ളവ ഒരു ഔപചാരികത എന്ന നിലയിൽ ആയിരിക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 24ാം ഭേദഗതി കൊണ്ടുവന്നത് നെഹ്റുവിന്റെ മകൾ ഇന്ദിരാഗാന്ധിയാണെന്നും 1971 നവംബർ 24-ന് പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ കുറയ്ക്കാനുള്ള അവകാശം പാർലമെന്റിന് ലഭിച്ചുവെന്നും ഷാ പറഞ്ഞു. കോൺഗ്രസ് ഭരണഘടനയെ കുടുംബത്തിന്റെ സ്വകാര്യ വകയായി കണക്കാക്കുകയും പാർലമെന്റിൽ വഞ്ചന കളിക്കുകയും ചെയ്തുവെന്ന് അമിത് ഷാ പറയുകയുണ്ടായി. അതേസമയം ഭരണഘടനാ മൂല്യങ്ങൾ തകർക്കാൻ ശ്രമിച്ചത് ആരെന്ന കാര്യത്തിൽ ലോക്സഭയിൽ ഭരണപ്രതിപക്ഷങ്ങൾ പരസ്പരം ആരോപണമുന്നയിച്ചിരുന്നു. തങ്ങൾ ഭരണഘടന ഹൃദയത്തിലേറ്റുമ്പോൾ പ്രതിപക്ഷം അത് പോക്കറ്റിൽ കൊണ്ടു നടക്കുകയാണെന്ന് ചർച്ച തുടങ്ങിവെച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആരോപിച്ചു. പല പ്രതിപക്ഷ നേതാക്കളും ഭരണഘടനയുടെ പകർപ്പ് പോക്കറ്റിൽ കൊണ്ടു നടക്കുന്നത് കാണുന്നുണ്ട്. സത്യത്തിൽ ഇതവർ കുട്ടിക്കാലത്ത് പഠിച്ച ശീലമാണ്. തലമുറകളായി കുടുംബങ്ങളിൽ ഭരണഘടന പോക്കറ്റിൽ സൂക്ഷിക്കുന്നതാണ് ഇവർ കണ്ടിരിക്കുന്നത് എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഭരണഘടനയേക്കാൾ കോൺഗ്രസ് പ്രാമുഖ്യം നൽകിയത് അധികാരത്തിനായിരുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. കോൺഗ്രസ് ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും പരമാധികാരം അംഗീകരിച്ചിരുന്നില്ല. ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കാനാണ് ശ്രമിച്ചത്. സ്വന്തം അധികാരമുറപ്പിക്കാൻ കോൺഗ്രസ് മിക്ക ഭരണഘടനാ ഭേദഗതികളും നടത്തിയപ്പോൾ ജനങ്ങളെ ശാക്തീകരിക്കാനാണ് മോദി സർക്കാർ ഭേദഗതികൾ വരുത്തിയതെന്നാണ് രാജ്നാഥ് സിംഗ് അവകാശപ്പെട്ടത്. എന്നാൽ പ്രിയങ്ക വിട്ടുകൊടുത്തില്ല. സർക്കാരുകളെ പണത്തിന്റെ ഫലത്തിൽ മറിച്ചിടുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പ്രിയങ്ക ഗാന്ധി തിരിച്ചടിച്ചു. അതേസമയം ലോക്സഭയിലെ തന്റെ ആദ്യ പ്രസംഗത്തിനിടെ ഭരണഘടനയെക്കുറിച്ച് മാത്രമല്ല സർക്കാരിനെ കടന്നാക്രമിക്കുകയും ചെയ്തിരുന്നു പ്രിയങ്ക. ക്രമസമാധാനം, ജാതി സെൻസസ്, നാരീശക്തി, സംഭാൽ അക്രമം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രിയങ്ക ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും സർക്കാരിനെ എതിർക്കുകയും ചെയ്തിരുന്നു. ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ ജ്വലിക്കുന്ന നീതിയുടെയും ആവിഷ്കാരത്തിന്റെയും അഭിലാഷത്തിന്റെയും ജ്വാലയാണ് നമ്മുടെ ഭരണഘടനയെന്ന വസ്തുത ഉയർത്തിക്കാട്ടി പ്രിയങ്ക പിന്നീട് ഭരണകക്ഷിയെ ലക്ഷ്യമിട്ട് ഈ ഭരണഘടന എല്ലാവർക്കും സർക്കാർ രൂപീകരിക്കാനും മാറ്റാനും അവകാശം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിനു പിന്നാലെ ഭരണഘടനയുടെ സംരക്ഷണ കവചം തകർക്കുന്ന ജോലിയാണ് BJP ചെയ്തതെന്ന് അവർ മോദിക്കെതിരെ ആഞ്ഞടിച്ചു. മിക്ക അരങ്ങേറ്റക്കാരും സാധാരണയായി ഈ തെറ്റ് ചെയ്യുന്നത് പോലെ ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാതെ പോയിന്റിൽ ഉറച്ചു നിന്നപ്പോൾ പക്വതയുള്ള ഒരു നേതാവായി പ്രിയങ്ക ഉയർന്നു. സത്യത്തിൽ ഇന്ത്യൻ സഖ്യകക്ഷികൾ കോൺഗ്രസ് പാർട്ടിയെയും രാഹുൽ ഗാന്ധിയെയും സഖ്യത്തെ നയിക്കാനുള്ള കഴിവില്ലായ്മയെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് പാർലമെന്റിനുള്ളിൽ പ്രിയങ്കയുടെ ഈ അരങ്ങേറ്റം. ഭരണഘടനാ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രസംഗിച്ചിരുന്നു.